ഹായ് ഫ്രണ്ട്സ്, അജീഷ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അജീഷ് ടോക്സ് അങ്ങനെ സഞ്ചരിച്ച് വന്ന് നിൽക്കുന്നത് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് നമ്മൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും കാണാൻ പോകുകയാണ്. ഇന്നത്തെ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് മെറീന ബീച്ചിലോട്ടാണ്. നമുക്ക് പോകാം ചെന്നൈയിലെ വിശേഷങ്ങൾ അജീഷിനോടൊപ്പം. നമ്മൾ ആദ്യമായിട്ട് പോകാൻ വേണ്ടി പോകുന്നത് മെറീന ബീച്ചിലോട്ടാണ്. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി മെറീന ബീച്ചിലോട്ട് പോകുമ്പോൾ കാണുന്നതാണ് രാജീവ് ഗാന്ധി ജനറൽ ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഇവിടെയുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇവിടെയുള്ള ഹൈ റോഡാണ് കേട്ടോ. നമ്മളപ്പം ഇവിടെ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ നടക്കേണ്ടതായിട്ട് നമുക്കുണ്ട്. നമ്മളങ്ങനെ യാത്രകളും വിശേഷങ്ങളും സ്ഥലങ്ങളും ഒക്കെ കണ്ട് നടന്നാണ് പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ മെറീന ബീച്ചിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. മനോഹരമായ ജലതടാകം. എങ്ങനെയുണ്ട്? അപ്പം യാത്രകൾ ഇനിയും തുടരും. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ വിശാലമായ മെറീന ബീച്ചിലെത്തി. നമ്മൾ വന്ന സമയം രാവിലെ ആയതുകൊണ്ട് വലിയ റഷൊന്നും ഇവിടെ കാണാനില്ല. മനോഹരമായ തിരയാണ് ഇവിടെ ഉള്ളത്. വലിയ തിരകളാണ് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ വലിയ തിരകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ സെർച്ച് ചെയ്ത് വെച്ച് നോക്കിയതിൽ വലിയ തീരം അല്ലെങ്കിൽ വലിയ കരയുള്ള ബീച്ചാണ് മെറീന ബീച്ച് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ദൂരമുണ്ട്. ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, വളരെ വിശാലം ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ വലത് സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ക്ലോസ് ആണ്. കാരണം നമ്മൾ രാവിലെയാണ് വന്നത്. ഏകദേശം ഇപ്പോൾ 7 മണി ആയിട്ടേ ഉള്ളൂ. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പം ആകാശമൊക്കെ നോക്കിയ മനോഹരമായ ആകാശമൊക്കെ ഉണ്ട്. ചെറിയ ചൂടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരം നടന്നൊക്കെ വന്നതുകൊണ്ടായിരിക്കും നമുക്ക് കുറച്ച് സമയം തിര നിരീക്ഷിക്കാം. തിര എണ്ണാനാണ് ഇവിടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പൊക്കെ ഓപ്പൺ ആവും. ഒരുപാട് ആളൊക്കെ വരും എന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, അധികം ആളൊന്നുമില്ല, അധികം റഷൊന്നുമില്ല. അപ്പോൾ ഇതാണ് മെറീന ബീച്ച്. നമുക്ക് കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നു നോക്കാം. ഇവിടെ മെയിനായിട്ട് ബീച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത്. ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലേസൊക്കെ ഉണ്ടെങ്കിൽ തിര അടുത്ത് വന്ന് കഴിച്ച് നമ്മൾ അടുത്ത് വന്ന് തിര. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ അറിയാമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. എന്താണ്, അപ്പോൾ ഇവിടെ കുറേ ആളൊക്കെ നിൽക്കുന്നുണ്ട്. വലിയ റഷൊന്നും ഇവിടെ ഇല്ല. ഈ സമയം ആയതുകൊണ്ടാണ്. ചില ആളുകൾ ജസ്റ്റ് ഒന്ന് വെള്ളം നനയാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട് രാവിലെ. ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. യാത്രകൾ ഇനിയും തുടരും. ഗൈസ്, അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതുവരെ പോകുന്നുണ്ട്. നല്ല ചെറിയൊരു മെത്തേഡാണ് കേട്ടോ. അതിങ്ങനെ പ്ലാസ്റ്റിക്കിനെയൊക്കെ നീക്കം ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ടാണ്, അത് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ഗൈസ്, അങ്ങനെ ഞാൻ തിര എണ്ണി വിശ്രമിക്കുകയാണ്. മനോഹരമായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനോഹരമായിട്ടുള്ള തിരയാണ് കേട്ടോ. ഇത് അടുത്തൊക്കെ വരുന്ന കാണാം. ചില തിരകൾ ഇങ്ങ് നന്നായിട്ട് കയറി വരും. ചിലത് നമ്മൾ അടുത്തൊക്കെ ജസ്റ്റ് വന്നിട്ടൊക്കെ പോകും. ഞാൻ എന്തായാലും നനഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ തിര എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ എൻ്റെ കുഞ്ഞ് കാലത്ത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് പ്രായത്തിൽ ഞാൻ കരുതിയിരുന്നത് എങ്ങനെയാണ് തിര ഉണ്ടാവുന്നത് എന്ന് കരുതിയത് ഞാൻ പറയാവേ. ഞാൻ എൻ്റെ പപ്പരോടെയും അമ്മേരോടെയൊക്കെ ബീച്ചിൽ കുഞ്ഞിലേ പോകുമ്പോൾ നമ്മുടെ കന്യാകുമാരി, കോവളം, ശംഖുമുഖം അവിടെയൊക്കെ പോകുമ്പോൾ തിരകൾ കാണാറുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിരുന്നത്, എൻ്റെ അന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, ഈ തിരയെന്ന് പറയുന്നത് കടലിനുള്ളിൽ വലിയ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാവുന്നതാണ്. എൻ്റെ മനസ്സിലുള്ള മെഷീൻ എന്ന് പറഞ്ഞാൽ വലിയ ഫാനുകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ വെള്ളത്തിനെ അടിച്ച് പ്രഷർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതങ്ങനെയൊന്നും അല്ല എന്നുള്ളത്. അപ്പം നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി എത്രത്തോളം മനോഹരമാണല്ലേ. ഒരു ഭൂമിയുടെ 3/4 ഭാഗവും വെള്ളം കൊണ്ട് നിറഞ്ഞതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന് താളം തെറ്റിയാൽ തീരാനേ ഉള്ളൂ ഈ ലോകം. അവിടെയൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയും
ഇതിൽ ആ ഒരു കൺട്രോളിലുള്ള കടലിന് കാണാനാണ് ആളുകളുടെ എന്തെന്ന് പറയാൻ ജനങ്ങളുടെ വരവെന്ന് പറയാനുള്ളത്. അപ്പം ഞാനങ്ങനെ കുഞ്ഞിലത്തെ ഓർമ്മയ്ക്ക് മണലൊക്കെ ഇങ്ങനെ കയ്യിൽ കോരി കളിക്കുവാണ്. നല്ല എന്തെന്ന് പറയാൻ റവമാവ് പോലിരിക്കുന്ന മണലാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സൂര്യൻ വന്നിട്ടില്ല, അതുകൊണ്ട് കുറച്ചൊക്കെ ഇവിടെ ഇന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം ഉള്ളത്. സൂര്യൻ വന്നതിനാൽ പിന്നെ ഒന്നും പറയാണ്ട് ഇരിക്കാൻ പറ്റൂലെന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ 4 സൈഡ് നിങ്ങൾക്ക് നോക്കി അറിയാം, ഭയങ്കര ഗ്രൗണ്ട് കണക്കെ കിടക്കുവാണ്. തണലൊന്നുമില്ല, അല്പം പോലും തണൽ കിട്ടത്തില്ല. അതുകൊണ്ട് സൂര്യൻ വന്നതിനെ വമ്പിച്ച വിഷയമായിരിക്കും. അതൊക്കെയാണ് ഇവിടെയുള്ള വിശേഷം എന്ന് പറയുന്നത്. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞിലെ തിര ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് കരുതിയത്? അതൊക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും. അപ്പം മെറീന ബീച്ചിലെ വിശേഷങ്ങൾ ഇത്ര മാത്രം. അപ്പോൾ ഗൈസ്, നമ്മളെ മെറീന ബീച്ചിലെ വിശേഷങ്ങൾ ഇത്ര മാത്രം. നമ്മൾ ഇവിടെ നിന്ന് യാത്ര പറയുവാണ്. ഈ ഒരു സ്ഥലത്തിനോടും ഈ കടലിനോടും നമ്മൾ യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. മെറീന ബീച്ച് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ മനോഹരമായ കാഴ്ചകൾ, നമ്മൾ ഒരുപാട് സമയം തിരകളൊക്കെ നോക്കിയിരുന്നു. അടുത്ത കാഴ്ചകളിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ പോകാം അടുത്ത വിശേഷങ്ങളിലോട്ട്. യാത്ര വീണ്ടും തുടരും. അപ്പോൾ നമ്മൾ മെറീന ബീച്ചിൽ വരുമ്പോൾ മെയിനായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മുടെ MGRൻ്റെ അതേപോലെ തന്നെ ജയലളിതയുടെയൊക്കെ കല്ലറ ഇവിടെ ആയിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് MGRൻ്റെ കല്ലറയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനടുത്തായിട്ട് തന്നെ ജയലളിതയും മറ്റുള്ള കുറച്ച് ആളുകളുടെ കല്ലറയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് മന്ത്രിയായിരുന്ന ജയലളിതയുടെ കല്ലറയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ജയലളിതയുടെ തന്നെ ഒരു മ്യൂസിയം ഇവിടെ ഉണ്ടായിരുന്നു. സാറ്റർഡേ ഒക്കെയാണ് അവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ഇന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. നമുക്കിവിടെ കല്ലറ ഇപ്പോൾ ഉണ്ട്. ഇതാണ് ജയലളിതയെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കരുണാനിധിയുടെ കല്ലറ എന്ന് പറയുന്നത്. ഇത് മെറീന ബീച്ചിന് അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് കരുണാനിധിയുടെ ഒരു മ്യൂസിയം ഉണ്ട്. ഗൈസ്, അടിപൊളി മ്യൂസിയം. നിങ്ങൾ ചെന്നൈയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ്. കാരണം കരുണാനിധി ജീവിച്ചിരുന്നത് തൊട്ട് മരിച്ചത് വരെ പുള്ളി ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെയുണ്ട്. അത് മാത്രമല്ല, തികച്ചും സൗജന്യമാണ് ഇവിടെ സന്ദർശിക്കാൻ. ഇതിനകത്തൊരു റിയാലിറ്റി ആയിട്ടുള്ള ഒരു തിയേറ്റർ ഉണ്ട്. അതിനകത്തുള്ള ഷോയും നമുക്ക് തികച്ചും സൗജന്യമായി ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. വീഡിയോ എടുക്കേണ്ട പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ചെന്നൈയിലെ വിശേഷങ്ങൾ ഇവിടെ കഴിയുന്നു. പുതിയ യാത്രയിലെ പുതിയ വിശേഷങ്ങളുമായി അജീഷ് ഇവിടെ തന്നെ ഉണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.